ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ്. ഒരു സിനിമ കണ്ടു, കാണാൻ പറ്റുമെന്ന് വിചാരിച്ച സിനിമയല്ല, കാണണമെന്ന് വിചാരിച്ച സിനിമയായിരുന്നു. പക്ഷേ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല, പക്ഷെ അത് യാദൃശ്ചികമായിട്ട് സിനിമ കണ്ടു. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ്. കണ്ട് ചിരിച്ച് ഒരു വഴിക്കായി തന്നെ പറയാം. സിനിമ കണ്ടിട്ട് മലയാളത്തിൽ നിന്ന് റിലീസ് ചെയ്ത ഒരു സയൻസ് ഫിക്ഷൻ കോമഡി എക്സ്പെരിമെൻ്റൽ മൂവി എന്നൊക്കെ പറയാം. ഗഗനചാരി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കുറേ മുമ്പ് ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് റിലീസ് ചെയ്യാൻ കുറേ വൈകിയിട്ടുണ്ട്. ഈ പ്രിവ്യൂ ഷോ കണ്ടിട്ട് പലരും റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള. കിടിലൻ മൂവിയാണെന്ന് പറഞ്ഞിട്ട് അന്ന് എന്തായാലും കാണണമെന്ന് വിചാരിച്ച സിനിമയായിരുന്നു. മലയാളത്തിൽ നിന്ന് സയൻസ് ഫിക്ഷൻ മൂവീസൊക്കെ വളരെ കുറവാണ് വന്നിട്ടുള്ളത്. വന്ന സിനിമകൾ തന്നെ ആരും അങ്ങോട്ട് എന്താ പറയുക അംഗീകരിച്ചിട്ടില്ല, ആരും അങ്ങോട്ട് ഇത്രയും അങ്ങോട്ട് വിജയിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അത് OTT ഇറങ്ങുന്ന സമയത്ത് അയ്യോ ഈ സിനിമ നമുക്ക് തിയേറ്ററിൽ മിസ്സായല്ലോ എന്ന് പലരും പറയാറുണ്ട്. അതുപോലെ ഒരു അതുപോലെ ഒരു വരുത്താതിരിക്കുക നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ മസ്റ്റ് വാച്ച് മൂവിയാണ്. അരുൺ ചന്ദ് ആണ് ഈ സിനിമയുടെ തിരക്കഥ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന അജിത് വിനായകനാണ്. അദ്ദേഹത്തിന് ഇരിക്കേണ്ട ഒരു വലിയൊരു ഹാറ്റ്സ് ഓഫ്. ഇതുപോലുള്ള സിനിമയ്ക്ക് പൈസ മുടക്കാൻ കാണിച്ച ഒരു മനസ്സ്, ഇതുപോലൊരു പരീക്ഷണത്തിന് പൈസ മുടക്കാൻ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ. ഇതുപോലുള്ള സിനിമകൾ വരണം. സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരിക്കുന്ന പ്രധാന റോൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഗണേഷ് കുമാറാണ്. ഗോകുൽ സുരേഷ് ഉണ്ട്, അജു വർഗീസ് ഉണ്ട്, അനാൽക്കരി മരക്കാറുണ്ട്, പിന്നെ ജോൺ കൈപ്പള്ളി അദ്ദേഹമുണ്ട്. കുറച്ച് ആൾക്കാരെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ. 2 മണിക്കൂർ താഴെ സിനിമയുടെ ദൈർഘ്യം വരുന്നുള്ളൂ. പിന്നെ മൂന്ന് പേരുള്ള ഒരു ഫ്ലാറ്റ് എന്ന് പറയാൻ പറ്റില്ല. 2040-43 ആ കാലഘട്ടത്തിലാണ് സിനിമയുടെ കഥ നടക്കുന്നത്. കേരളത്തിലുള്ള ഒരു സ്ഥലത്ത് 3 പേര് താമസിക്കുന്ന സ്ഥലത്ത് ഒരു ഏലിയൻ വരുന്നതും പിന്നെ അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങൾ, ആ കാലഘട്ടം കാണിക്കുന്ന സംഭവം, ആ കാലഘട്ടത്തിലുള്ള ഓരോ കാര്യം, ഈ പെട്രോളിൻ്റെ വില കൂടി, ഈ പ്രളയം, മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ട് മൊത്തം ഒരു അത്രയും നശിച്ചു പോയൊരു സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. അതുപോലെയാണ് കാണിക്കുന്നത്. എന്നാലും സിനിമ നിങ്ങൾ കണ്ടു നോക്കാം. കിടിലൻ അനുഭവം തന്നെയായിരിക്കും. ഇവർ വായ തുറന്നാൽ കോമഡിയാണ്. നമ്മൾ ചിരിച്ച് ഒരു വഴിക്കുക. അതിലേയോട് കണക്റ്റായി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ലാത്തൊരു സിനിമയാണ് ഗഗനചാരി എന്ന സിനിമ. അത്രയും സമയം നമ്മളെ എൻഗേജ് ചെയ്തിരിക്കും. എല്ലാവരും, ഗോകുൽ സുരേഷ് ഒന്നും ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. കിടിലൻ കോമഡി ആയിരുന്നു. അതുപോലെ തന്നെ അജു വർഗീസിൻ്റെ കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എന്നെ ഞെട്ടിച്ചത് ഗണേഷ് കുമാറാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കഥാപാത്രം സൂപ്പറായിരുന്നു. എന്താ പറയുക, പൊളിച്ചടിക്കുക തന്നെ പറയാം. കിടിലൻ ആയിരുന്നു. പിന്നെ അനാൽക്കരി മരക്കാരുടെ കാര്യം ഒരു ഏലിയനായിട്ടാണ് വരുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, സ്പോയിലറൊന്നുമല്ല അത്. പക്ഷേ ആ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ, ആ ഒരു മേക്കപ്പ് കാര്യങ്ങൾ, ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഏലിയൻ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ നല്ല രീതിയിൽ തന്നെ ഈ ഒരു സിനിമ അവർ എക്സിക്യൂട്ട് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതുപോലുള്ള പരീക്ഷണ ചിത്രങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു കിടിലൻ സിനിമയാണ് ഈ ഒരു സിനിമ എന്നുള്ളതാണ്. കോമഡി ഉണ്ട്, ഒരുപാട് കോമഡികളുണ്ട്. ഒരു സ്പൂഫ് എന്നൊക്കെ പറയാം, ഒരു സ്പൂഫ് ജേണലൊക്കെ സിനിമയെ പെടുത്താവുന്നതാണ്. ഡാർക്ക് കോമഡി എന്നൊക്കെ പറയുന്ന ഒരു സ്പൂഫ് ജേണലാണ് ഈ സിനിമയെ നമുക്ക് പെടുത്താൻ പറ്റുന്നത്. ഈ സയൻസ് ഫിക്ഷൻ സ്പൂഫ് എന്ന് പറയാം. ആ രീതിയിലാണ് ഈ ഒരു സിനിമ. എല്ലാവർക്കും ഇട്ട് കുറേ സംഭവങ്ങളുണ്ട്. എല്ലാവർക്കും ഇട്ട് കുറേ ആൾക്കാർ കൊട്ടു കൊടുക്കുന്ന രീതിയിലുള്ള കുറേ ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കണ്ടു നോക്കാം. ഭയങ്കര ഹ്യൂമറാണ്. അതാണ് ഈ സിനിമയുടെ ഒരു സംഭവം. 2 മണിക്കൂർ താഴെയുള്ള സിനിമയുടെ ദൈർഘ്യം വരുന്നത്. അത്രയും സമയം പോകുന്നത് നമ്മൾ അറിയില്ല. നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ടെന്നാണ്. പിന്നെ ഇതുപോലുള്ള സിനിമകളൊന്നും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു സംഭവമല്ല. അതുകൊണ്ട് തന്നെ മസ്റ്റ് വാച്ച് ഐറ്റമാണ്. ഈ ഫാമിലി ഓഡിയൻസിനൊന്നും ചിലപ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെടില്ല എന്ന് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. ന്യൂ ജനറേഷൻ ഓഡിയൻസിനൊക്കെ, അതായത് പരീക്ഷണ ചിത്രങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ ഈ സിനിമ എന്തായാലും വർത്താണ്. വർക്കൗട്ട് ആവുന്നുള്ള ഏകദേശം ഉറപ്പാണ് എനിക്ക്. എനിക്ക് ഈ സിനിമയിൽ വലിയൊരു എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് അല്ല. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു എന്താ പറയുക നമുക്കൊരു കല്ലുകടിയായി തോന്നിയ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റേഷ്യോ ആണ്. ഞാൻ റേഷ്യോ ഇടയ്ക്കിടയ്ക്ക് മാറി കളിക്കുക, ആ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൽ ഡോക്യുമെൻ്ററി എടുക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അതിൻ്റെ ഒരു സംഭവമാണ്. എന്നാലും അതെനിക്കൊരു ചെറിയൊരു ആലോചകം പോലെ തോന്നി. പക്ഷെ ആ ഒരു സംഭവം വെച്ച് നിർത്തിയാൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. നല്ലൊരു പരീക്ഷണ ചിത്രം കൂടിയായിരുന്നു ഗഗനചാരി എന്ന സിനിമ. തിയേറ്ററിൽ പോയി തന്നെ കാണുക, തിയേറ്ററിൽ പോയി തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. OTT വരുന്ന സമയത്ത് അയ്യോ എനിക്ക് തിയേറ്ററിൽ മിസ്സായി പോയല്ലോ എന്ന് പറയാതിരിക്കുക, അതിനൊരു വരുത്താതിരിക്കുക. എന്തായാലും പോയി കണ്ടു നോക്കുക. കിടിലൻ മൂവിയാണ്.
സൂപ്പർ മൂവിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. മലയാളത്തിൽ ഇനിയും സിനിമകൾ ഇതുപോലുള്ള പരീക്ഷണ ചിത്രങ്ങളൊക്കെ വരട്ടെ. ഇതുപോലുള്ള പരീക്ഷണ ചിത്രങ്ങളൊക്കെ, ഈ സിനിമ വിജയിച്ചാൽ ഇതുപോലുള്ള പരീക്ഷണ ചിത്രങ്ങൾ എടുക്കാൻ ഇനിയും പ്രൊഡ്യൂസർമാരും സംവിധായകരൊക്കെ മുന്നോട്ട് വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.